പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. അതിൽ आदाशा से एक व्यक्ति बैठ गया था टिप्पणी का यह अंश पढ़ें. आदाशा से एक व्यक्ति बैठ गया था എന്ന ടിപ്പണിയിലെ ഈ ഭാഗം വായിച്ചിട്ടാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. ഞാനിവിടെ നിങ്ങൾക്ക് തരാൻ പോകുന്ന ക്വസ്റ്റ്യൻ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. संकेतों के सहायता से जीवन में मानवीय मूल्यों का महत्व എന്ന വിഷയത്തിൽ ലഘുലേഖ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 മാർക്കാണ് നിങ്ങളത് എഴുതി കഴിഞ്ഞാൽ. അതിനുള്ള സൂചനകൾ ഇവിടെ തരുന്നുണ്ട്. जीवन की समस्याएं, दूसरों की मदद, പരസ്പര സഹായത കർണ, ത്യാഗ കാ മനോഭാവ്, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നിങ്ങൾ എഴുതുന്ന ലഘുലേഖ. മനസ്സിലായോ? ഇവിടെ ഒരു മോഡൽ ഞാൻ എഴുതിയിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. വ്യക്തിക്കോ മേ നഹീ ജാൻതാ താ, ഹതാശാക്കോ ജാൻതാ താ. വ്യക്തിയെ ഞാൻ അറിയുമായിരുന്നില്ല, പക്ഷേ ആ വ്യക്തിയുടെ ഹതാശ, നിരാശ അറിയുമായിരുന്നു. कहते ही वे जानने की हमारी इस जानी पहचानी रूढ़ी को तोड़ देते हैं. कहते ही वे जानना പറഞ്ഞ അറിയുക, जानने की हमारी उस ജാനി പഹ്ചാനി രൂഢി, തിരിച്ചറിയാനുള്ള ആ നിയമത്തിനെ അദ്ദേഹം തിരിച്ചറിയുക, അറിയുക എന്ന ആ പറച്ചിലിനെ തന്നെ അദ്ദേഹം മാറ്റിമറിച്ചിരിക്കുകയാണ്. വ്യക്തിക്ക നാം പദേ ഉമ്രോഹദെ, ഒരു വ്യക്തിയുടെ പേര്, വയസ്സ്, അഡ്രസ്സ്, പദവി, ഇതൊക്കെ ജാനിനേക്കോ ജോഡ്തി, ഇതൊക്കെയാണ് അറിയുക എന്നതിന് യോജിപ്പിച്ച് വെച്ചിട്ടുള്ളത്. അറിയുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേര്, വയസ്സ്, അഡ്രസ്സ്, പദവിയൊക്കെ അറിയുക എന്നാണ്. പക്ഷെ കവി പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തിയെ അറിയുക എന്ന് പറഞ്ഞാൽ ഹതാശ, നിരാശ, അസഹായത, സങ്കടം, ആ വ്യക്തിയുടെ ഹതാശയോ നിരാശയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നിസ്സഹായ അവസ്ഥയും സങ്കടവും ഒക്കെ അറിയുക എന്നാണ് അറിയുക എന്നതുകൊണ്ട് കവി ഉദ്ദേശിച്ചത്. മനസ്സിലായില്ല? ഈ ഭാഗത്ത് നിന്നാണ് നിങ്ങൾ ലഘുലേഖ എഴുതേണ്ടത്. നോക്കാം അതെങ്ങനെയാണെന്ന്. 6ാമത്തെ നിങ്ങള് ലഘുലേഖ, ജീവൻ മേ മാനവീയ മൂല്യോं का महत्व, അതിനൊരു ഹെഡിങ് കൊടുക്കുക, ഒരു സൈഡ് ഹെഡിങ്. ജീവൻ മേ മാനവീയ മൂല്യോं का महत्व എന്നാണ് ഞാൻ ഹെഡിങ് കൊടുത്തത്. ജീവിതത്തിൽ മനുഷ്യ മൂല്യത്തിനുള്ള മഹത്വം. हर एक व्यक्ति के जीवन में मूल्यों का अत्यधिक महत्व है. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വിലയുണ്ട്. ഓരോ വ്യക്തിക്കും ജീവിതത്തിന് വിലയുണ്ട്. അതായത് വ്യക്തിത്വം, മനുഷ്യത്വമുണ്ട്. അത് അത്യധികം മഹത്വമായതാണ്. दूसरों को समस्याओं को समझकर उन्हें मदद करना चाहिए. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് ഉനേം, അവരെ സഹായിക്കേണ്ടത് ആവശ്യമാണ്. മൂല്യ മനുഷ്യക്കോ മനുഷ്യ ബനാത്തെ ഹെ, മൂല്യം മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നു. അതായത് മനുഷ്യത്വമാണ് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത്. जो विपत्ति के समय दूसरों की सहायता करता है वही सच्चा मानव है. ആരാണോ ആപത്ത് സമയത്ത് മറ്റുള്ളവരെ സഹായിക്കുന്നത് അവനാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ. दूसरों की परेशानियों हमें अपनी परेशानियां जैसा मानना चाहिए. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ സ്വന്തം ബുദ്ധിമുട്ടായിട്ട് മനസ്സിലാക്കണം. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ സ്വന്തം പ്രയാസമായിട്ട് മനസ്സിലാക്കുക, കരുതുക. हमें सहजीवियों के साथ करुणा एवं സ്നേഹപൂർണ്ണ വ്യവഹാർ കർണ ചാഹിയെ. നമ്മൾ സഹജീവികളോട് കരുണയും അതുപോലെ തന്നെ സ്നേഹപൂർണമായ പെരുമാറ്റവും നടത്തേണ്ടത് ആവശ്യമാണ്. സഹജീവികളോട് കരുണയുള്ളവരും അതുപോലെ തന്നെ സ്നേഹപൂർണമായ പെരുമാറാൻ കഴിവുള്ളവരുമായിരിക്കണം നമ്മൾ. दूसरों के लिए अपने जीवन तथा जीवन की सुविधाएं तक त्याग करने वाले बहुत लोग आज भी हमारे जमाने में रहते हैं. दूसरों के लिए अपने जीवन तथा जीवन की सुविधाएं, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവനും അതുപോലെ തന്നെ ജീവിതത്തിലുള്ള സുഖ സൗകര്യങ്ങളും ത്യജിക്കാൻ മനസ്സുള്ളവര്, ബഹുത്ത് ലോക, അങ്ങനെയുള്ള കുറെ ആളുകൾ ആജ് ബി, ഇന്നും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്.
ഐസി ലോഗ് അമർ ബൻ ജാത്തെ ഹെ. അങ്ങനെയുള്ള ആളുകൾ അനശ്വരരായിരിക്കുന്നു. അവർ മരിക്കുന്നില്ല, അവർക്ക് മരണമില്ല. ജൻ ജൻ ബി ജീത്തെ ഹെ. അവർ ജനങ്ങളിലൂടെ ജീവിക്കുന്നു. ജൻ ജൻ ബി ജീത്തെ ഹെ. ജനങ്ങളിലൂടെ അവർ ജീവിക്കുന്നു. സംക്ഷേപ് മേം സബിക്കോ അച്ഛേ മൂല്യോं को अपनाना चाहिए. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഹം സബി നമ്മളെല്ലാവരും അച്ഛേ മൂല്യോं को अपनाना चाहिए നല്ല മൂല്യത്തിനെ സ്വന്തമാക്കണം. अपनाना चाहिए और आने वाली पीढ़ियों को भी इसका महत्व सिखाना चाहिए. വരും തലമുറകൾക്ക് കൂടി ഇതിന്റെ മഹത്വത്തിനെ കുറിച്ചിട്ട് പഠിപ്പിക്കണം. മനസ്സിലായില്ലേ? ഇത്രയുമാണ് ഇത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ നിങ്ങളിത് നന്നായിട്ട് നോക്കുക, വായിച്ചു നോക്കുക, എഴുതിയത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇത് എഴുതിയെടുക്കുക. എന്നിട്ട് ഇത് ഇതുപോലെ തന്നെ പഠിക്കുക. അതായത് ഇതെന്താണ്, ലേഖാണ്, ലഘുലേഖാണ് അല്ലേ? അപ്പൊ ഇതിങ്ങനെ തന്നെയാണ് പഠിക്കേണ്ടത്. അതങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ.